ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് സെയിലിനായിട്ട് കുറച്ച് പെറ്റ്സുകൾ വന്നിട്ടുണ്ട്, ഫ്രീ ആയിട്ട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല റേറ്റ് കുറവിനും പെറ്റ്സുകളൊക്കെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എന്നാലും നിങ്ങൾക്ക് ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പറും സ്ഥലം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പം നമുക്കിന്ന് ആദ്യമായിട്ട് സെയിലിൽ വന്നിരിക്കുന്നത് ഗിനിപ്പിഗുകളാണ്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അഡൽട്ട് ഗിനിപ്പിഗുകൾ 10 എണ്ണം കൊടുക്കാനുണ്ട്. പീസ് റേറ്റ് ആണെങ്കിൽ 200 രൂപയാണ് ചോദിക്കുന്നത്. ബൾക്കായിട്ട് 10 എണ്ണം ഒരുമിച്ച് എടുക്കണമെങ്കിൽ 1500 രൂപയാണ് റേറ്റ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ നമ്മൾ കൊടുത്തിരിക്കുന്നത് യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എടുക്കാറില്ലെങ്കിൽ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീഡിയോയുടെ തൊട്ട് താഴെ മോർ എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചിട്ടുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കിട്ടുന്നതായിരിക്കും. ഗിനിപ്പിഗുകൾ പീസ് റേറ്റ് ആണെങ്കിൽ 200 രൂപ, ബൾക്കായിട്ട് 10 എണ്ണം എടുക്കണമെങ്കിൽ 1500 രൂപ. അടുത്തായിട്ട് നമുക്ക് പ്രാവുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത്. 8 പീസ് പ്രാവുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത്. ഫാൻറ്റെയിൽസ് ഉണ്ട്, ഹിപ്പി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കാട്ടാക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 8 പീസിനും കൂടി അവർ ചോദിക്കുന്നത് 3000 രൂപയാണ്. 3000 ആണ് റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ഫാൻറ്റെയിൽസും ഹിപ്പിയും 8 പീസ് 3000 രൂപയാണ് ചോദിക്കുന്നത്. എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അബ്സീനിയൻ ഗിനിപ്പിഗുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുക്കാനുള്ളത് 6 പീസ് അഡൽട്ട് ഗിനിപ്പിഗുകൾ കൊടുക്കാനുണ്ട്. അതിൽ വന്നിരിക്കുന്നത് 2 ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. അതേപോലെ 2 അഡൽട്ട് മെയിലുകളാണ് വന്നിരിക്കുന്നത്. നല്ല ഒരു വെറൈറ്റിയാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം റേഞ്ചുള്ള ഒരു വെറൈറ്റിയാണ് അബ്സീനിയൻ ഗിനിപ്പിഗുകൾ തന്നെ. അപ്പോൾ ഇതിൽ അവർ ഒരു പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 2500 രൂപയാണ് ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അബ്സീനിയൻ ഗിനിപ്പിഗിൽ തന്നെ നല്ല റേഞ്ചും അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബ്രീഡാണ് അബ്സീനിയൻ ഗിനിപ്പിഗുകൾ. അപ്പോൾ ഒരു ബ്രീഡിംഗ് പെയറിന് ഒരു 2500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ 6 എണ്ണം ഒരുമിച്ച് എടുക്കണമെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. എറണാകുളം ജില്ലയിൽ വൈപ്പിനാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരായിട്ട് തന്നെ ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 6 എണ്ണം ഒരുമിച്ച് എടുക്കുമ്പോൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അബ്സീനിയൻ ഗിനിപ്പിഗുകൾ അഡൽട്ട്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് പഗ്ഗും അതേപോലെ ഹെയറി ഡാഷുമാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൊടുപുഴയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ 11 മാസം പ്രായമായിട്ടുള്ള പഗ്ഗിൻ്റെ ഫീമെയിൽ 11 മാസം പ്രായമായിട്ടുള്ളൂ പഗ്ഗിൻ്റെ ഫീമെയിലാണ്. അതിനവർ ചോദിക്കുന്നത് 8000 രൂപയാണ് ചോദിക്കുന്നത്. ഹെയറി ഡാഷിൻ്റെ മെയിലാണ് വന്നിട്ടുള്ളത്. 10 മാസം പ്രായമായിട്ടുള്ള ഹെയറി ഡാഷിൻ്റെ മെയിൽ, അതിനും 8000 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ 2 ഡോഗ്സിനും 8000 വെച്ചാണ്, ഒരു ഡോഗിന് 8000 രൂപ വെച്ചാണ് ചോദിക്കുന്നത്. പഗ് ഫീമെയിലാണ്, ഹെയറി ഡാഷ് മെയിലാണ്. തൊടുപുഴയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. തൊടുപുഴ ടൗൺ തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ വിത്തിൻ 20 കിലോമീറ്റർ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് ചെയ്ത് എടുക്കേണ്ടി വരും. എക്സ്ചേഞ്ചും നോക്കുന്നുണ്ട്. ഈ 2 എണ്ണത്തിന് എടുത്തിട്ട് വേറെ ഏതെങ്കിലും ഷിറ്റ്സിൻ്റെ പപ്പീസോ അങ്ങനെയൊക്കെ എക്സ്ചേഞ്ചും അവർ താല്പര്യപ്പെടുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ പപ്പീസുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ പറളിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ 5 ഫീമെയിൽ പപ്പീസാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത്. 2.5 മാസം പ്രായമായിട്ടുള്ള 5 ഫീമെയിൽ പപ്പീസ്. ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആയിട്ട് അവർ 2000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. പ്യുവർ വൈറ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ ഫീമെയിൽ പപ്പീസ് 5 എണ്ണം ഉണ്ട്. ഒരെണ്ണത്തിന് വെറും 2000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്.
5 ഒരുമിച്ച് എടുക്കണമെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും, ഡിസ്കൗണ്ട് ഇനിയും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു പപ്പിയുടെ റേറ്റ് 2000 രൂപയാണ് ചോദിക്കുന്നത്. ഫീമെയിൽ പപ്പീസ് പ്യൂർ വൈറ്റ്, പാലക്കാടാണ് ലൊക്കേഷൻ, ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആയിരിക്കും. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഒല്ലൂരിൽ നിന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. കുറച്ചധികം പെറ്റ്സുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. 60 ദിവസം പ്രായമുള്ള നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള പഗ്ഗിൻ്റെ ഫീമെയിലാണ് വന്നിരിക്കുന്നത്. പേരൻസ് രണ്ടും സർട്ടിഫൈഡ് ആണ് വന്നിരിക്കുന്നത്. പപ്പിക്ക് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല. ഇതിൻ്റെ റേറ്റ് അവർ ചോദിക്കുന്നത് വെറും 7500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. പഗ്ഗിൻ്റെ ഫീമെയിൽ നല്ല ക്യൂട്ടായിട്ടുള്ള പെറ്റ് ബ്രീഡിങ്ങിനൊക്കെ എടുക്കാൻ പറ്റിയതാണ്. അടുത്തായിട്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ വന്നിരിക്കുന്നതാണ് സൺകൊനൂറിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്സുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 5800 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആയിട്ട് ഇരിക്കുന്നത്. സൺകൊനൂറിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്കുകൾ 5800 രൂപ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇണക്കി വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഈ പ്രായത്തിലാണ് എടുക്കേണ്ടത്. ഹാൻഡ് ഫീഡിങ് ടൈമാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ബീഗിളുടെ ഒരു ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. തൃശ്ശൂർ ഒല്ലൂർ തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്, എല്ലാ പെറ്റ്സുകളും അവിടുത്തെ. അപ്പോൾ ഇതിന് അവർ ചോദിക്കുന്നത് 15500 15500 രൂപയാണ് ഈ ഫീമെയിൽ പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. പേരൻസ് രണ്ടും സർട്ടിഫൈഡ് ആണ് വന്നിരിക്കുന്നത്. ബീഗിളിൻ്റെ ഫീമെയിൽ പപ്പി ബ്രീഡിംഗ് പർപ്പസിനൊക്കെ എടുക്കാൻ പറ്റിയതാണ്. അതേപോലെ അവിടുന്ന് അടുത്ത സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പൈനാപ്പിൾ കൊനൂറിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്കുകളാണ് വന്നിരിക്കുന്നത്. 2100 രൂപയാണ് പറഞ്ഞതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അപ്പോൾ കൊനൂറുകളൊക്കെ നിങ്ങൾക്ക് ഇണക്കി വളർത്താൻ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ പ്രായമാണ് ഹാൻഡ് ഫീഡിങ് ടൈം. അപ്പോൾ ഫീഡ് കൊടുത്ത് നന്നായിട്ട് ടൈം ചെയ്ത് എടുക്കാൻ പറ്റിയതാണ് സൺകൊനൂറും ആയാലും അതേപോലെ തന്നെ പൈനാപ്പിൾ കൊനൂറായാലും. പൈനാപ്പിൾ കൊനൂറിൻ്റെ ചിക്സിന് 2100 രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ. അടുത്തത് നമുക്ക് അവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഇഗ്വാനയാണ്. അപ്പോൾ ഇതിനവർ ചോദിക്കുന്നത് 10000 രൂപയാണ്. 10,000 ആണ് ഈ ഇഗ്വാനയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ചധികം പെറ്റ്സുകൾ നമുക്ക് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരിൽ നിന്ന് നമുക്ക് ഒരുപാട് പെറ്റ്സുകൾ നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട്. കൊനൂറുകൾ, പപ്പീസ്, ഇഗ്വാന. അപ്പോൾ ഈ ഇഗ്വാനയ്ക്ക് 10,000 ആണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. അടുത്തത് നമുക്ക് അവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഗാഡിജാനോ പൗഡറിൻ്റെ നല്ല അടിപൊളി ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. ഇതിൽ ആൽമണ്ട് കളർ വന്നിരിക്കുന്നത് ഫീമെയിലും, ബ്ലൂ സ്പ്രെഡ് വന്നിരിക്കുന്നത് മെയിൽ ബേർഡാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു ഗാഡിജാനോ പൗഡറാണ് വന്നിരിക്കുന്നത്. ബ്ലൂ സ്പ്രെഡ് മെയിലും ആൽമണ്ട് കളർ ഫീമെയിലും. ഇതിൻ്റെ റേറ്റ് അവർ ചോദിക്കുന്നത് 3200 രൂപയാണ്. ഇത് നല്ല അടിപൊളി ബ്രീഡറായ മീടോക്സിൻ്റെ അവരുടെ ഒരു പെയറാണ് വന്നിരിക്കുന്നത്. 2021 ബേർഡാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഡാഷ് ഹണ്ടിൻ്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത്. 5 മാസം പ്രായമുള്ളത്. മെയിൽ പപ്പിയുണ്ട്, ഫീമെയിൽ പപ്പിയുണ്ട്. ഒരെണ്ണത്തിൻ്റെ റേറ്റ് അവർ ചോദിക്കുന്നത് 1000 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ആലത്തൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 5 മാസം പ്രായമായിട്ടുള്ള ഡാഷ് ഹണ്ടിൻ്റെ പപ്പീസുകൾ മെയിലുണ്ട്, ഫീമെയിലുണ്ട്. വെറും 1000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. അടുത്തായിട്ട് നമുക്ക് സെയിലല്ല, ഫ്രീ അഡോപ്ഷനാണ് വന്നിരിക്കുന്നത്. 2 ക്രോസ് ബ്രീഡുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത്. ആദ്യം വന്നിരിക്കുന്നത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ക്രോസ് ബ്രീഡ് ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്. ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ക്രോസ് ബ്രീഡാണ് വന്നിരിക്കുന്നത്. ഫ്രീ അഡോപ്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പെരുമ്പാവൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ക്രോസ് ബ്രീഡിനെ എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒട്ടും ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഒരു 50% ഒരു ഫോർമാറ്റിലാണ് വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് ലാബിൻ്റെ ഒരു ക്രോസ് ബ്രീഡാണ് വന്നിരിക്കുന്നത്. ഇതും ഫ്രീ അഡോപ്ഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. സെയിം ലൊക്കേഷൻ തന്നെയാണ്, പെരുമ്പാവൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനാരെങ്കിലും എടുത്ത് വളർത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഈ 2 ക്രോസ് ബ്രീഡുകളെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളിൽ ഫ്രീ അഡോപ്ഷനുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നമ്പറാണ്, വാട്സപ്പ് നമ്പറാണ് വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.